Very good morning, one and all. So, in this session, we are going to discuss about the testing of power transformers. തൊട്ട് മുൻപത്തെ സെഷനിൽ ടെസ്റ്റിംഗ് ഓഫ് കേബിൾസ് ഉണ്ടായിരുന്നു. So, transformer is the most expensive and the most important equipment in a substation. ഒരു ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ളതുമായ ഒരു എക്യുപ്മെന്റ് ആണ് ട്രാൻസ്ഫോർമർ. അതുകൊണ്ട് തന്നെ അതിന്റെ ഇൻസുലേഷൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വി ഷുഡ് ബി എക്സ്ട്രീംലി കോഷ്യസ് ബിക്കോസ് a slight flaw in the design of the insulation of the transformer will result in catastrophic failures of the transformer. And the insulation of the transformer should be able to withstand not only the power frequency voltages, but also it should withstand transient over voltages due to switching and lightning, because ഈ ലൈറ്റ്നിങ്ങും സ്വിച്ചിങ് ഓവർ വോൾട്ടേജസും സാധാരണ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ പവർ സിസ്റ്റത്തിൽ കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ആൻഡ് എസ്പെഷ്യലി സ്വിച്ചിങ് ഓവർ വോൾട്ടേജ്, ബിക്കോസ് ലൈറ്റ്നിങ് ഓവർ വോൾട്ടേജിനെ കാട്ടിലും ഒത്തിരി ഡേഞ്ചറസ് എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് സ്വിച്ചിങ് ഓവർ വോൾട്ടേജ്. ഇനി എന്താണ് ഈ സ്വിച്ചിങ് ഓവർ വോൾട്ടേജ് എന്ന് പറയാം. അതായത് ഡ്യൂ ടു ദി സ്വിച്ചിങ് ആക്ഷൻ ഹാപ്പനിങ് ഇൻ ദ സിസ്റ്റം എന്തുവാണ്, അതായത് ചില ലോഡുകൾ പെട്ടെന്ന് ത്രോ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ചില കപ്പാസിറ്റൻസ് ബാങ്കുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോഴോ മറ്റോ ഒക്കെ ചില ടാങ്ക് സർക്യൂട്ട് ലോക്കലി ഫോം ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ മറ്റോ ചില ഓവർ വോൾട്ടേജുകൾ ഉണ്ടാകാം. ചില സമയത്ത് ഈ ഓവർ വോൾട്ടേജ് വളരെ കുറച്ച് സമയത്തേക്ക് നിന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഡൈഔട്ടായി പോകും. പക്ഷെ ചില സമയങ്ങളിൽ ദിസ് ഓവർ വോൾട്ടേജ് മേ ടെൻ ടു persist for a longer time. അപ്പോൾ എത്രത്തോളം ലെവലിൽ ഈ ഓവർ വോൾട്ടേജ് വരാമെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ഹാപ്പൻ അറ്റ് മെനി ഫോൾസ് ഓഫ് ദാറ്റ് ഓഫ് ദി നോമിനൽ വോൾട്ടേജ്. സ്വിച്ചിങ് ആക്ഷൻ കാരണം ഉണ്ടാകുന്ന ഓവർ വോൾട്ടേജസ്, അതായത് ഇപ്പോൾ എന്തുവാണ്, ഒരു സഡൻ ലോഡ് റിജക്ഷൻ വന്നു, അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റൻസിന്റെ ഇൻപുട്ട് വന്നു, അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് നമ്മൾ റിമൂവ് ചെയ്തു, ഇൻഡക്റ്റൻസ് റിമൂവ് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ചില ഓവർ വോൾട്ടേജസ് വരാൻ സാധ്യതയുണ്ട്. ഫോർ മൊമെന്ററി ടൈം ഓർ ഫോർ പ്രൊലോങ്ഡ് ഡ്യൂറേഷൻ. ഈ മൊമെന്ററി ടൈമിൽ വരുന്ന സ്വിച്ചിങ് ഓവർ വോൾട്ടേജസിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കൂടുതലായിരിക്കും, ഈവൻ ഹയർ ദാൻ ദി എക്സ്പെക്റ്റഡ് ലൈറ്റ്നിങ് ഓവർ വോൾട്ടേജസ്. സോ ഇഫ് യു ആസ്ക് മീ whether switching over voltage or lightning over voltage is dangerous, for certain systems lightning over voltage, and for EHV systems, especially for extra high voltage and ultra high voltage systems, switching over voltages are more dangerous. അതായത് 400 kV മുകളിലുള്ള സിസ്റ്റത്തിനൊക്കെ സ്വിച്ചിങ് ഓവർ വോൾട്ടേജസ് ആണ് ലൈറ്റ്നിങ് ഓവർ വോൾട്ടേജസിനെക്കാട്ടിലും ഡേഞ്ചറസ്. ഇനി എന്തെല്ലാം ടെസ്റ്റുകളാണ് നമ്മൾ ട്രാൻസ്ഫോർമറിൽ ചെയ്യുന്നതെന്ന് നോക്കാം. കേബിൾ പോലെ അത്രയും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ടെസ്റ്റുകളൊന്നുമില്ല, വളരെ ഈസി ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. രണ്ട് തരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്, ഒന്ന് ഫാക്ടറിയിൽ ചെയ്യുന്നതും രണ്ട് സൈറ്റിൽ ചെയ്യുന്നതും. ഫാക്ടറി ചെയ്യുന്നത് 3 തരത്തിൽ സബ് ക്ലാസിഫൈ ചെയ്യാം. വി ഹാവ് ടൈപ്പ് ടെസ്റ്റ്, റുട്ടീൻ ടെസ്റ്റ് ആൻഡ് സ്പെഷ്യൽ ടെസ്റ്റ്. ടൈപ്പ് ടെസ്റ്റുകൾ എന്ന് വെച്ചാൽ ഒരു തവണ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. റുട്ടീൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ മാനുഫാക്ചറിന് ശേഷം എന്തുവാണ് നമ്മുടെ റുട്ടീൻ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ ഈ ചില ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ വി ഹാവ് സം സ്പെഷ്യൽ ടെസ്റ്റ് ഓൾസോ. സൈറ്റിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ വി ഹാവ് പ്രീ കമ്മീഷനിങ് ടെസ്റ്റ്, ദെൻ പീരിയോഡിക് കണ്ടീഷണൽ മോണിറ്ററിംഗ് ആൻഡ് സർട്ടൻ എമർജൻസി ടെസ്റ്റ്. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ദ ബേസിക് ടെസ്റ്റ് ടു ബി പെർഫോംഡ് ഈസ് ദി ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ഓഫ് ദ ട്രാൻസ്ഫോർമർ. പല ലെവൽസിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നമ്മൾ എടുക്കും. അതായത് ഫേസ് ടു ഫേസ്, ഫേസ് ടു ന്യൂട്രൽ, ഫേസ് ടു എർത്ത് ഓർ ബോഡി, ദെൻ ഹൈ വോൾട്ടേജ് ടെർമിനൽ ടു ലോ വോൾട്ടേജ് ടെർമിനൽ. ഇത്രയും കോണ്ടാക്ട്സ് തമ്മിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂസ് നമ്മൾ എടുത്ത് നോക്കാറുണ്ട്. ഇനി ഓയിൽ ഫീൽഡ് ട്രാൻസ്ഫോർമറുകളാണെന്നുണ്ടെങ്കിൽ ഈ ഇൻസുലേഷൻ റെസിസ്റ്റൻസുകൾ കൂടാതെ
we have something called as a polarization index test also. The polarization index of the transformer also has to be found out. Polarization index is given by the formula IR value at 10 minutes divided by IR value at 1 minute. അതായത് 1 മിനിറ്റ് നമ്മൾ ശരിക്കും പോളറൈസേഷൻ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ വി വിൽ ബി കണക്ടിങ് എ ഹൈ വോൾട്ടേജ് ജനറേറ്റർ and we will be measuring the current flowing through the insulation resistance. അപ്പോൾ റെസിസ്റ്റൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത്. ദാറ്റ് വിൽ ബി സംവെയർ ഇൻ ഗിഗാ ഓം ഓർ ടെറാ ഓം മെഗാ ഓം. നോട്ട് ഇൻ മെഗാ ഓം, ഇറ്റ് വിൽ ബി ഇൻ ഗിഗാ ഓം ഓർ ടെറാ ഓം ഇൻ കേസ് ഓഫ് EHV ആൻഡ് ഇൻ മെഗാ ഓം ഇൻ കേസ് ഓഫ് HV ട്രാൻസ്ഫോമേഴ്സ്. ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 10 മിനിറ്റത്തേക്ക് നമ്മൾ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. 1 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ മീറ്ററിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. 10 മിനിറ്റ് ആകുമ്പോഴും കിട്ടുന്ന റീഡിംഗ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. ശരിക്കും ഓയിൽ ഫിൽ ട്രാൻസ്ഫോമേഴ്സ് വരുന്ന കേസിൽ ഈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ ടൈം കൂടുന്നതിനനുസരിച്ച് വേരിയേഷൻസ് വരും. ഹെൽത്തി ആയിട്ടുള്ള ട്രാൻസ്ഫോമർ ആണെങ്കിൽ സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യും. മോശമാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗോ ഡൗൺ. The polarization index is calculated as 10 minutes IR value divided by 1 minute IR value. ഇനി എന്ത് തമ്മിലാണ് ഈ IR വാല്യൂ എടുക്കുന്നതെന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജ് ടെർമിനലും ലോ വോൾട്ടേജ് ടെർമിനലും തമ്മിലുള്ള ഇൻസുലേഷൻ ആണ് മെഷർ ചെയ്യുന്നത്. സോ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹൈ വോൾട്ടേജ് ടെർമിനൽസ് എല്ലാം ഷോർട്ട് സർക്യൂട്ട് ചെയ്യും, ലോ വോൾട്ടേജ് ടെർമിനൽസും എല്ലാം തമ്മിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഇൻസുലേഷൻ റെസിസ്റ്റൻസിന്റെ ഒരു ടെർമിനൽ ഹൈ വോൾട്ടേജ് സൈഡിൽ കൊടുക്കും, അടുത്ത ടെർമിനൽ ലോ വോൾട്ടേജ് സൈഡിൽ കൊടുക്കും. ഇങ്ങനെയാണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ്, പോളറൈസേഷൻ ഇൻഡെക്സ് ടെസ്റ്റ് ചെയ്യുന്നത്. യൂഷ്വലി പോളറൈസേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു 1.2 താഴെ വരാൻ പാടില്ല. ദി ഹയർ ദി പോളറൈസേഷൻ ഇൻഡെക്സ്, ദി ബെറ്റർ ദ ട്രാൻസ്ഫോർമർ വിൽ ബി. ദിസ് ഈസ് ദ സെറ്റപ്പ് ഫോർ IR ടെസ്റ്റ്. LV സൈഡ് 3 ഷോർട്ട് ചെയ്തു, HV സൈഡ് 3 ഷോർട്ട് ചെയ്തു. ദിസ് ഈസ് അവർ ഇൻസുലേഷൻ റെസിസ്റ്റർ ഓർ what we call as a megar. അതിന്റെ ഒരു ടെർമിനൽ നമ്മൾ HV സൈഡിൽ കണക്ട് ചെയ്തു, ഒരു ടെർമിനൽ നമ്മൾ എർത്തി കണക്ട് ചെയ്തു. ദെൻ അടുത്ത ടെർമിനൽ എന്താണ്, ദിസ് ഈസ് കോൾഡ് ആസ് എ ഗാർഡ് ടെർമിനൽ. അപ്പൊ നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാത്ത ഒരു ടെർമിനൽ ഉണ്ട്, അവിടെ ലീക്കേജസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ലീക്കേജസിനെ കൂടെ അക്കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗാർഡ് ടെർമിനൽ എന്ന് പറയുന്ന ടെർമിനൽ ഉണ്ട്, അത് കൊണ്ടുവന്ന് നമ്മൾ ടെസ്റ്റ് ഏത് സൈഡിലാണോ ചെയ്യാത്തത് ആ ടെർമിനലിൽ കണക്ട് ചെയ്യും. ദിസ് ഈസ് ഫോർ HV ടു എർത്ത്. LV ടു എർത്ത് ആണെന്നുണ്ടെങ്കിൽ ഇത് നേരെ തിരിയും. ഗാർഡ് കണക്ഷൻ HV സൈഡിൽ വരും, എന്തുവാണ് മെഗറിന്റെ എർത്ത് കണക്ഷൻ ഇപ്പുറത്തെ സൈഡിലും വരും. ഇനി HV LV എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഗാർഡ് കണക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒഴിവാക്കും. HV സൈഡിൽ എല്ലാം ഷോർട്ട് ചെയ്തിട്ട് നമ്മളത് ലൈവ് കണക്ട് ചെയ്യും. LV സൈഡിൽ എല്ലാം ഷോർട്ട് ചെയ്തിട്ട് നമ്മളത് എന്താണ് ഈ മെഗറിന്റെ എർത്ത് ഇലക്ട്രോണിൽ കണക്ട് ചെയ്യും. ആൻഡ് വി വിൽ ബി മെഷറിംഗ് ദി റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് HV ആൻഡ് LV സൈഡ്. ഇതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ ഒരു കണക്ഷൻ ഇവിടെ സാധാരണ രീതിയിൽ വരില്ല. ഈ ഒരു കണക്ഷൻ ഇവിടെ സാധാരണ, അതായത് ബോഡിയിലേക്ക് എർത്തിൽ നിന്നും സാധാരണ രീതിയിൽ കണക്ട് ചെയ്യാറില്ല. പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്നു. ഐ എം നോട്ട് ഷുവർ ബിക്കോസ് ദാറ്റ് മൈറ്റ് ബി സം മിസ്റ്റേക്ക് വിത്ത് ദി ഡയഗ്രാം. അതിനാണ് സാധ്യത കൂടുതൽ. ഇനി ഡയലക്ട്രിക് ടെസ്റ്റ് ഓൺ ട്രാൻസ്ഫോർമർ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻസുലേഷൻ ടെസ്റ്റ് തന്നെയാണ്. ഇത് ഓവറോൾ ട്രാൻസ്ഫോർമറിന്റെ ഓവറോൾ ഇൻസുലേഷൻ സ്ട്രെങ്ത് എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡയലക്ട്രിക് ടെസ്റ്റുകൾ നടത്തുന്നത്. 2 സ്റ്റെപ്പായിട്ടാണ് നടത്തുന്നത്. ഫസ്റ്റ്, സെപ്പറേറ്റ് സോഴ്സ് വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് ടെസ്റ്റ് വിൽ ബി ഡൺ. അതായത് സിംഗിൾ ഫേസ് പവർ ഫ്രീക്വൻസി വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ പ്രിസ്ക്രൈബ് ലെവലിലുള്ളത് ട്രാൻസ്ഫോർമർ വൈൻഡിങ്ങിൽ 60 സെക്കൻഡ് സമയത്തേക്ക് അപ്ലൈ ചെയ്യും. വൈൽ ദി അതർ വൈൻഡിങ് ആൻഡ് ട്രാങ്ക് ഈസ് കണക്റ്റഡ് ടു ദ എർത്ത്. നെക്സ്റ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ടെസ്റ്റ്. ഇവിടെ നമ്മൾ 3 ഫേസ് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നത്. നോർമലി
സെക്കൻഡറി വോൾട്ടേജിന്റെ ട്വൈസ് ദി റേറ്റിംഗ് ആണ് സെക്കൻഡറി സൈഡിൽ അപ്ലൈ ചെയ്യും. 60 സെക്കൻഡത്തേക്ക് കീപ്പിംഗ് ദി പ്രൈമറി വൈൻഡിങ് ഓപ്പൺ സർക്യൂട്ടഡ്. The test shall start with voltage lower than 1/3 the full test voltage and shall quickly be increased to the desired value. അതായത് ഇപ്പോൾ ഒരു 220 kV സൈഡിൽ ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 440 kV വരെ നമ്മളിത് ചെയ്യേണ്ടി വരും ടെസ്റ്റ്. പക്ഷെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആസ് ദി V by F should be maintained constant. V by F should maintain constant so that the flux will remain constant. ട്രാൻസ്ഫോർമർ ഈസ് എ കോൺസ്റ്റന്റ് ഫ്ലക്സ് മെഷീൻ. സോ ആ ഒരു കണ്ടീഷനിൽ ചേഞ്ച് വരാൻ പാടില്ല. അപ്പോൾ 440 ആണെങ്കിലും അതിന്റെ 1/3 എന്ന് പറയുമ്പോൾ സംവെയർ അറൌണ്ട് 140 സംതിങ് പറ്റും. അപ്പോൾ 140 kVയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വിത്തിൻ മിനിമം ടൈം നമ്മൾ അതിന് പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ചെയ്ത് ഡിസൈഡ് വാല്യൂയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഇറ്റ് വിൽ ബി റിമൈൻഡ് ആസ് സച്ച് ഫോർ 60 seconds. And if no failures occurs, then we can say that the transformer has passed the test. ഇനിയുള്ളത് പാർഷ്യൽ ഡിസ്ചാർജ് ടെസ്റ്റ് ആണ്. ഇവിടെ പാർഷ്യൽ ഡിസ്ചാർജ് ടെസ്റ്റുകൾ കണ്ടുപിടിക്കുന്നത് ഈസ് മെയിൻലി ടു അസസ് ദി ഡിസ്ചാർജ് മാഗ്നിറ്റ്യൂഡ്സ് ആൻഡ് റേഡിയോ ഇന്റർഫറൻസ് ലെവൽസ്. പാർഷ്യൽ ഡിസ്ചാർജ് ഫിനോമിനൻ എന്ന് പറയുന്നത് അതിന് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ക്രിയേഷൻ ഓഫ് റേഡിയോ ഇന്റർഫറൻസസ്. അപ്പോൾ അത് ഉണ്ടോ, അതിന് ഉണ്ടെങ്കിൽ തന്നെ അത് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മളിവിടെ പാർഷ്യൽ ഡിസ്ചാർജ് ടെസ്റ്റ് ചെയ്യുന്നതാണ് കണ്ടുപിടിക്കുന്നത്. ഞാൻ നേരത്തെ കേബിളിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഇൻസുലേഷനകത്ത് വോയിഡുകളോ അല്ലെങ്കിൽ ഫോൾട്ടുകളോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഷോർട്ട് സർക്യൂട്ടുകളോ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ട്രാവലിംഗ് വേവ് ടെക്നിക് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മൾട്ടി ടെർമിനൽ ടെസ്റ്റ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഡിസ്ചാർജ് മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ലെസ് ദാൻ 10⁴ പീക്കോ കൂളംസ് ആർ യൂസ്ഡ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇനിയുള്ളത് ഇമ്പൾസ് ടെസ്റ്റിംഗ് ആണ്. അതായത് ട്രാൻഷ്യന്റ് വോൾട്ടേജസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ട്രാൻസ്ഫോർമറിന് കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്പൾസ് ടെസ്റ്റിംഗ് നടത്തുന്നത്. ഇമ്പൾസ് ടെസ്റ്റിംഗ് ഫുൾ വേവിനും ചോപ്ഡ് വേവിനും കണ്ടക്ട് ചെയ്യാറുണ്ട്. നോർമലി ഇമ്പൾസ് വോൾട്ടേജസ് ജനറേറ്റ് ചെയ്യുന്നത് ഈസ് ബൈ യൂസിങ് റോഡ് ഗ്യാപ്സ്. അത് ചോപ്പിംഗ് ടൈം ചോപ്ഡ് വേവ് ആണെന്നുണ്ടെങ്കിൽ ചോപ്പിംഗ് ടൈം എന്ന് പറയുന്നത് 3 to 6 മൈക്രോസെക്കൻഡ്സിലായിരിക്കും നമ്മൾ ഇമ്പൾസ് വേവിനെ ചോപ്പ് ചെയ്യുന്നത്. ഈ ചോപ്ഡ് ഇമ്പൾസ് വേവ്, ഫുൾ ഇമ്പൾസ് വേവ് ഒക്കെ എന്താണെന്നുള്ളത് ഹൈ വോൾട്ടേജ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ളവർക്ക് കൃത്യമായി മനസ്സിലാകും. ബിക്കോസ് ദേ ഹാവ് സ്റ്റഡീഡ് ദീസ് തിങ്സ് ഇൻ ഡീറ്റെയിൽ. ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മുടികളുടെ ഒരു പോർഷൻ തന്നെയായിരുന്നു. അവർക്കിത് കൃത്യമായിട്ട് മനസ്സിലാകും. ബാക്കിയുള്ളവരോട് അത് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. സോ യു ക്യാൻ റെഫർ ടു ഹൈ വോൾട്ടേജ് എഞ്ചിനീയറിംഗ് ബൈ നായിഡു ആൻഡ് കാമരാജു ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു നോ മോർ അബൌട്ട് ദിസ് ഇമ്പൾസ് വോൾട്ടേജസ് ആൻഡ് ഓൾ. അപ്പോൾ ടു പ്രിവെന്റ് ലാർജ് ഓവർ വോൾട്ടേജസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി വൈൻഡിങ്സ്, they are normally short circuited and grounded. ഒരു ട്രാൻസ്ഫോർമറിന്റെ ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് ദി വൈൻഡിങ്. അപ്പോൾ വൈൻഡിങ്സ് തമ്മിൽ തന്നെ എന്താണ് അക്രോസ് ആയിട്ട് തന്നെ ഒരു കപ്പാസിറ്റൻസ് അതിനകത്ത് ഇൻബിൽട്ട് ആയിട്ടുണ്ട്. ആൻഡ് വൈൻഡിങ്സും ബോഡിയും തമ്മിലും there is a capacitance because there are two charge carrying or two conductors separated by certain distance, and if at least one carries some charge, obviously there exists a capacitance. This is the arrangement for impulse testing. Impulse voltage നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു ഹൈ വോൾട്ടേജ് സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. Impulse generator is represented by this capacitance. Then this rod gap is used for triggering the impulse. Then ആ ഇമ്പൾസ് എത്രത്തോളമാണ് എന്നുള്ളത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വോൾട്ടേജ് ഡിവൈഡർ ആണ് ഈ RD ആൻഡ് R1. അവിടെ നിന്നും CROയിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി ചോപ്ഡ് ഇമ്പൾസ് വേവ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള സെറ്റപ്പാണ് ഈ റോഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഒരു ഇമ്പൾസ് വേവ് എന്താണെന്നുള്ളത് ഞാൻ കാണിക്കാം. ദിസ് ഇസ് എ സ്റ്റാൻഡേർഡ് ലൈറ്റ്നിങ് ഇമ്പൾസ് വേവ്. ഇറ്റ് വിൽ റൈസ് ഫ്രം
10% to 90% in 1.2 seconds. അല്ലെങ്കിൽ 10 to 90 എന്ന് പറയുന്നതാണ് എക്സാക്റ്റ് എങ്കിലും നമുക്ക് വേണമെങ്കിൽ തൽക്കാലം 0 to 100%ൽ 1.2 മൈക്രോ സെക്കൻഡ്സ് ടൈം കൊണ്ട് റൈസ് ചെയ്യും. ഇനി അവിടെ നിന്നും 50% ഓഫ് ദി വോൾട്ടേജിലേക്ക് 50 മൈക്രോ സെക്കൻഡ്സ് എടുത്ത് ഫോൾ ചെയ്യും. സോ ദിസ് റൈസ് ടൈം ഈസ് 1.2 മൈക്രോ സെക്കൻഡ്സ് ആൻഡ് ദിസ് ഫോൾ ടൈം ഈസ് 50 മൈക്രോ സെക്കൻഡ്സ്. സോ ഇങ്ങനെയുള്ള വേവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ദിസ് ഈസ് എ 1.2 per 50 മൈക്രോ സെക്കൻഡ്സ് സ്റ്റാൻഡേർഡ് ഇമ്പൾസ് വേവ്. ഈ 1.2 per 50 മൈക്രോ സെക്കൻഡ്സ് മാത്രമല്ല, വേറെ പല ടൈം റേറ്റിംഗിലുള്ള ഇമ്പൾസ് വേവ്സും നമുക്ക് അവൈലബിൾ ആണ്. സോ ദിസ് ഇസ് എ ഫുൾ ഇമ്പൾസ് വേവ്. ഇനി ചോപ്ഡ് ഇമ്പൾസ് വേവ് കാണിക്കാം. ദിസ് ഇസ് എ ചോപ്ഡ് ഇമ്പൾസ് വേവ്. അപ്പോൾ നേരത്തെയുള്ള നോർമൽ ഫുൾ ഇമ്പൾസ് വേവ് പോലെ തന്നെ റൈസ് ചെയ്തു, ഒരു ക്രസ്റ്റ് വോൾട്ടേജ് എത്തി, എന്നിട്ട് ഇത് ഫോൾ ചെയ്ത് വരുമ്പോൾ what we will do is we will intentionally short circuit the terminal so that this waveform will be chopped. അതായത് ഇവിടുന്ന് വെട്ടി മുറിച്ചിട്ടതുപോലെ ചോപ്പ് ചെയ്തതുപോലെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇന്റൻഷനലി ക്രിയേറ്റ് ചെയ്യും. സോ ദിസ് ഇസ് എ ചോപ്ഡ് ഇമ്പൾസ് വേവ്. അപ്പൊ ഇങ്ങനെ ഒരു ഇമ്പൾസ് വേവ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു സ്വിച്ച് വെച്ചിട്ട് ആ ഇമ്പൾസ് ഇങ്ങനെ ഫോൾ ചെയ്ത് വരുമ്പോഴേക്കും ഈ സ്വിച്ച് അങ്ങ് ട്രിഗർ ചെയ്ത് കൊടുത്താൽ ഒറ്റയടിക്ക് ആ വോൾട്ടേജ് താഴെ പോകും. So that is a chop impulse wave, and this rod gap is used for simulating chopped impulses. ഇനി then എന്തുവാണ് ഇതിന്റെ ഹൈ വോൾട്ടേജ് സൈഡിലും ലോ വോൾട്ടേജ് സൈഡിലും റെസിസ്റ്റൻസ് ഡിവൈഡേഴ്സ് വെച്ചിട്ട് നമ്മൾ CROയിലേക്ക് ഇമ്പൾസ് ടെസ്റ്റിംഗിന്റെ വേവ് ഫോംസ് എടുക്കും. ഇതാണ് ബേസിക്കലി ഇമ്പൾസ് ടെസ്റ്റിംഗിൽ ചെയ്യുന്നത്. ഇനി അത് എങ്ങനെയാണ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടില്ല. ഓൺലി ദി ടെസ്റ്റ് സെറ്റപ്പ് ഈസ് റിക്വയർഡ്. വി ഹാവ് സംതിങ് കോൾഡ് ആസ് എ ബേസിക് ഇമ്പൾസ് ലെവൽ. അത് ഏതൊരു എക്യുപ്മെന്റിനും ഡിനോട്ട് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ് ബേസിക് ഇമ്പൾസ് ലെവൽ എന്ന് പറയുന്നത്. വി കോൾ ഇറ്റ് ആസ് BIL. The basic impulse level is the maximum impulse voltage that the equipment can withstand without damage. അതായത് ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാവുന്ന മാക്സിമം ഇമ്പൾസ് ലെവൽ, ഡാമേജ് ഒന്നും കൂടാതെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന മാക്സിമം ഇമ്പൾസ് ലെവലാണ് ബേസിക് ഇമ്പൾസ് ലെവൽ എന്ന് പറയുന്നത്. ഇനി അത് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് ഡ്യൂറിംഗ് ദി മാനുഫാക്ചറിങ് ഡിസൈൻ പ്രകാരം നമ്മൾ കണ്ടുപിടിച്ച് വച്ചിരിക്കും. അത് വെരിഫൈ ചെയ്യുന്നത് ഈസ് ബൈ യൂസിങ് എക്സ്പെരിമെന്റ്സ് ഇൻ ദ ലബോറട്ടറി. ഇമ്പൾസ് ടെസ്റ്റിംഗ് ഈ താഴെ പറയുന്ന സീക്വൻസിലാണ് ചെയ്യേണ്ടത്. ആദ്യം അപ്ലൈ ഇമ്പൾസ് വോൾട്ടേജ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 75% ഓഫ് ദി ബേസിക് ഇമ്പൾസ് ലെവൽ ടു എസ്റ്റാബ്ലിഷ് എ പാറ്റേൺ ഫോർ ദ റെഫറൻസ് വേവ് ഫോം. ദെൻ എന്തിനാണെന്ന് വെച്ചാൽ റെഫറൻസ് വേവ് ഫോമിന്റെ ടൈം ഡ്യൂറേഷനും മറ്റുമൊക്കെ, അല്ലെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഷേപ്പും മറ്റുമൊക്കെ റെഫറൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 75% ഓഫ് ദി ബേസിക് ഇമ്പൾസ് ലെവൽ ആദ്യം അപ്ലൈ ചെയ്യും. ദെൻ 1 ഫുൾ വേവ് വോൾട്ടേജ് ഓഫ് 100 BIL വിൽ ബി അപ്ലൈഡ്. അത് കഴിഞ്ഞിട്ട് 2 ചോപ്ഡ് വേവ് അപ്ലൈ ചെയ്യും. അഗെയിൻ 1 ഫുൾ വേവ്, ദെൻ 1 ഫുൾ വേവ് ഓഫ് 75% സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് 100%ൽ ഒരു ഫുൾ വേവ്, അതിന്റെ 100%ൽ തന്നെ 2 ചോപ്ഡ് വേവ്സ് അപ്ലൈ ചെയ്യുന്നു. ദെൻ അഗെയിൻ 100%ൽ ഒരു ഫുൾ വേവ് അപ്ലൈ ചെയ്യുന്നു, 75%ൽ അപ്ലൈ ചെയ്യുന്നു. ഇതെല്ലാം കണ്ടക്ട് ചെയ്യുമ്പോഴും ഈ ഡ്യൂറിങ് ആപ്ലിക്കേഷൻ ഓഫ് ഓൾ ദീസ് തിങ്സ് വാട്ട് ഈസ് എക്സ്പെക്ടഡ് ഈസ് ഇഫ് ദി ട്രാൻസ്ഫോർമർ ഈസ് ഹെൽത്തി ദെൻ ഇൻസുലേഷൻ ഫെയിലിയർ ഡസ് നോട്ട് ഒക്കർ. ഇതിന് ശേഷം ഇൻസുലേഷൻ ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ നമുക്ക് ഒന്നുകിൽ IR ടെസ്റ്റ് ചെയ്യാം. IR ടെസ്റ്റ് ചെയ്താൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നില്ല. അങ്ങനെ വേറെ ഇന്റേണൽ ആയിട്ട് എന്തെങ്കിലും ഇൻസിപ്പിയൻ വേറെ ഫോൾട്ടുകളോ പാർഷ്യൽ ഡിസ്ചാർജ് വല്ലതും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പാർഷ്യൽ ഡിസ്ചാർജ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തും മനസ്സിലാക്കാം. ഇമ്പൾസ് ടെസ്റ്റിങ്ങിന് ശേഷം സാധാരണ നമ്മൾ പാർഷ്യൽ ഡിസ്ചാർജ് ടെസ്റ്റും IR ടെസ്റ്റും കൂടെ നമ്മൾ ചെയ്യാറുണ്ട്. സോ ആസ് ടു ഐഡന്റിഫൈ വെദർ ട്രാൻസ്ഫോമർ ഹാസ് സക്സസ്ഫുള്ളി പാസ്ഡ് ദ ടെസ്റ്റ് ഓർ നോട്ട്. സോ ഇത്രയുമാണ് ട്രാൻസ്ഫോർമറിൽ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന വേരിയസ് ടെസ്റ്റ്. So thank you for listening. Bye bye.